തിരുസഭ 96. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 44-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ തിരുലിഖിതമാണ്. സൈറസിനെ പറ്റി, ഞാൻ നിയോഗിച്ച ഇടയനാണ് അവൻ എൻ്റെ ഉദ്ദേശം സഫലമാക്കും. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ ലിഖിതത്തിൽ പ്രത്യേകിച്ചും പഴയ നിയമത്തിലുടനീളം ദൈവം ഇടയന്മാരെ ജനത്തിൻ്റെ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇടയന്മാരെ നിയോഗിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അപ്പസ്തോലന്മാരെ ഇടയന്മാരായി യേശുക്രിസ്തു നിയോഗിച്ചു. അതിനുശേഷം അവരുടെ കൈവെപ്പിലൂടെ ഡീക്കന്മാർ, തുടർന്ന് സഭയിൽ പല ഇടയന്മാരും നിയോഗിക്കപ്പെട്ടു. അങ്ങനെ ഇപ്രകാരം അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായി മെത്രാന്മാരെ ഇടയന്മാരായി അഭിഷേകം ചെയ്യപ്പെട്ടു. സഭ വളർന്നു കൊണ്ടിരിക്കുമ്പോൾ മെത്രാന്മാർ കൈവെപ്പിലൂടെ പല വൈദികരെയും ഇടയന്മാരായി നിയോഗിച്ചു. ഇപ്രകാരം സഭയിൽ ആദിമ സഭാ സമൂഹത്തിലും പഴയ നിയമ ചരിത്രത്തിലുമൊക്കെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഇടയന്മാരുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ ഇടയന്മാരെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇടയന്മാരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇപ്രകാരമാണ്: ഞാൻ നിയോഗിച്ച ഇടയനാണ് അവൻ എൻ്റെ ഉദ്ദേശം സഫലമാക്കും. എല്ലാ ഇടയന്മാർക്കും മുൻപിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആരാൽ അവൻ ഇടയനായി നിയോഗിക്കപ്പെട്ടുവോ ആ വ്യക്തിയുടെ, ഇല്ലെങ്കിൽ ഇപ്പോൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതിനാൽ ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റുക എന്നുള്ളത് മാത്രമാണ് ഓരോ ഇടയൻ്റെ മുൻപിലുള്ള ലക്ഷ്യം. അവൻ എൻ്റെ ഉദ്ദേശം സഫലമാക്കും. ദൈവത്തിൻ്റെ ഉദ്ദേശം ഏത് സ്ഥലത്ത്, ഏത് രാജ്യത്ത്, ഏത് സമൂഹത്തിന് ഇടയനായി ഒരു വ്യക്തി നിയോഗിക്കപ്പെട്ടുവോ ആ സ്ഥലത്ത്, ആ രാജ്യത്ത്, ആ സമൂഹത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുവാനാണ് ഓരോ ഇടയനും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഇടയന്മാരായ, എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇടയന്മാരായി ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവശുശ്രൂഷ ചെയ്യുന്ന ഇടയന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്: ഓരോ ഇടയനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണെന്നും ദൈവത്തിൻ്റെ ഉദ്ദേശം ആയിരിക്കുന്ന സ്ഥലത്ത്, ആയിരിക്കുന്ന സമൂഹത്തിൽ നിറവേറ്റപ്പെടുവാൻ മാത്രമാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്നും നമ്മൾ ഇന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ ഇടയന്മാർക്കും ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തയോടുകൂടി ദൈവഹിത പ്രകാരം ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതം മനസ്സിലാക്കി നിറവേറ്റുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും ഓരോ ഇടയന്മാരുടെ കീഴിലാണുള്ളത്. ഒരുപക്ഷെ വികാരിയച്ഛൻ നമ്മൾ ഇടയനാക്കി ദൈവം നിയോഗിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ മെത്രാൻ നമ്മുടെ ഇടയനായി ദൈവം നിയോഗിച്ചിട്ടുണ്ട്, ഇല്ല സന്യാസ സഭകളിലെ സമൂഹങ്ങളെ അധികാരികളെ ദൈവം ഇടയനായി നിയോഗിച്ചിട്ടുണ്ട്. ആരാണോ നമ്മുടെ മേൽ കർത്താവ് ഇടയനായി നിയോഗിച്ചിരിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതൊരു ദൈവിക നിയോഗമാണെന്നും ദൈവമാണ് ആ വ്യക്തിയെ നിയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇടയന്മാരായ വ്യക്തികൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവഹിതം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ആടുകളെ, അല്ലെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളെ ആത്മീയതയിൽ വളർത്തി ദൈവഹിത പ്രകാരം കാര്യങ്ങൾ ക്രമീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള ഒരു വിളിയാണ് ഓരോ ഇടയനും നൽകിയിരിക്കുന്നത് എന്ന് ഇടയന്മാർ തിരിച്ചറിയുകയും എനിക്ക് മുകളിൽ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഇടയന്മാരെ അംഗീകരിക്കുകയും അനുസരിക്കുകയും അവരോട് ചേർന്ന് ദൈവഹിതം മനസ്സിലാക്കി ദൈവഹിതം നിറവേറ്റുവാൻ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്ന് മനസ്സിലാക്കുകയാണ്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ ലോകത്തിൻ്റെതായ ചില സാഹചര്യങ്ങളെടുത്ത് പരിശോധിക്കുക മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്: ഇടയന്മാരെ അംഗീകരിക്കുവാനുള്ള ഒരു സന്മനസ്സില്ലായ്മ ഇന്ന് പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ദൈവം നിയോഗിച്ച ഇടയന്മാരെ അംഗീകരിക്കുവാൻ ഒരു മനസ്സില്ലാത്ത സാഹചര്യം, ഇല്ലെങ്കിൽ ദൈവം നിയോഗിച്ച ഇടയന്മാരെക്കുറിച്ച് വ്യത്യസ്തമായ പലതും പറഞ്ഞു പരത്തി ഇടയന്മാരെക്കുറിച്ചുള്ള ദൈവിക
ദൈവീക പദ്ധതികൾ ചില സ്ഥലങ്ങളിലൊക്കെ ആവിഷ്കരിക്കപ്പെടാതെ ദൈവീക ഹിതത്തെ പോലും തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചില സാഹചര്യങ്ങൾ. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, ഓരോ ഇടയന്മാരെയും നിയോഗിച്ചിരിക്കുന്നത് ദൈവമാണെന്നും ദൈവമാണൊരു ഇടയനെ നിയോഗിച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവം നിയോഗിച്ച ഇടയനെ അംഗീകരിക്കണമെന്നും ആ ഇടയനോട് ചേർന്ന് ദൈവഹിതം ആ സ്ഥലത്ത് നിറവേറ്റുവാൻ നമ്മൾ സഹകരിച്ച് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കണമെന്നും ഉള്ള വിളി കൂടിയാണ് ഇന്ന് ദൈവം ഈ സന്ദേശത്തിലൂടെ നമുക്ക് നൽകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും. ഇടയന്മാരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഇടയന്മാർ ആടുകളെ ആത്മീയതയിൽ വളർത്തുന്നതിന് പകരം പല തെറ്റായ സാഹചര്യം കൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇടയന്മാർ മനുഷ്യരായതിനാൽ ഒരു പക്ഷേ ചില സാഹചര്യങ്ങളിൽ സാത്താൻ്റെ ചില പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ വീണുപോകുന്ന ചില സാഹചര്യങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്. ഏതെങ്കിലും ഒരു ഇടയനിൽ ഏതെങ്കിലും ഒരു വീഴ്ചകൾ ഉണ്ടായാലും ഒരു പാളിച്ച കണ്ടു കഴിഞ്ഞാൽ സഭയോട് യേശുക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സഭയോട് വിശ്വസ്തതയുള്ള വ്യക്തികൾ എന്ന നിലയിൽ ഈ ഇടയനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ബോധ്യപ്പെടുത്തുകയോ ഇല്ലെങ്കിൽ സഭയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. സഭയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നേരിട്ടൊരു ഇടയനോട് ഇല്ലെങ്കിൽ ആ ഇടയൻ്റെ മുകളിൽ ദൈവം നിയോഗിച്ചിരിക്കുന്ന മെത്രാനോ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ നമ്മൾ വന്ന് സംസാരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുക. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റ് പല വ്യത്യസ്തമായ മീഡിയകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സഭാ സംവിധാനങ്ങളെ ഇടയന്മാരെയും താറടിച്ച് കാണിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരിക്കലും സഹകരിക്കാൻ പാടില്ല എന്നും അത് ദൈവഹിതത്തിനെതിരാണെന്നും ദൈവം അംഗീകരിച്ച വ്യക്തികളെ ദൈവഹിതപ്രകാരം നമ്മൾ സ്വീകരിക്കുകയും അവരെ അനുസരിക്കുകയും അവരോട് സഹകരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുകയും, എന്നാൽ തെറ്റ് കാണുമ്പോൾ സ്നേഹത്തോടു കൂടി തിരുത്തുകയും തെറ്റ് ചൂണ്ടിക്കാണിച്ച് സ്നേഹത്തോടുകൂടി തിരുത്തി സഭാ സംവിധാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ക്രമീകരിക്കുകയും വേണം എന്നുകൂടി ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലത്ത് പ്രത്യേകമായി സഭയെ സ്നേഹിക്കുകയും സഭയിൽ ദൈവം ചേർത്തിരിക്കുന്ന ഇടയന്മാരെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് സഭാ സംവിധാനങ്ങളിലൂടെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോയി ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ഇടയന്മാർക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ദൈവഹിതപ്രകാരം ഓരോ ഇടയനിലൂടെയും നമ്മുടെ ജീവിതങ്ങളിൽ വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനായി സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. Pray for your shepherds. God bless you all.